إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم قاتلوا المشركين كافة كما يقاتلون كافة واعلموا أن الله مع المتقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അള്ളാഹുവിന്റെ അടിമമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം വിധി നിഷേധത്തെ നല്ലപോലെ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പ്രായോഗിക ജീവിതത്തിൽ അളവടിച്ചിട്ട് അവസാന റൂഹ് പോണ്ടോടത്തോത്തെ ಗಳಿಗೆ തോറും തഖ്വ ഉലങ്ങയിട്ട് ജീവിക്കുന്നു ചൊല്ലെ വസിയത്തൈതിക്കല് തുടക്കത്തിൽ നണ്ടൊട്ടിയും അതുപോലെ നിങ്ങൾ എല്ലാവരുടെയും നാം വസിയത്താക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ മേൽ ജീവിക്കുന്നവർത്തോളം കാലം അല്ലാഹുവിന്റെ ദീനിന്റെ സന്ദേശത്തെ നല്ലപോലെ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ജീവിച്ചിട്ട് മുത്തഖിയായിട്ട് മരിച്ചു പോട്ടെ പോലത്തെ ഭാഗ്യശാലിയായ ആൾമാരെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. ഞങ്ങളിൽ മരിച്ചു പോയതായ സഹോദര സഹോദരിമാരെ അവിടെ ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗ്ഗത്തിൽ ഒന്നാക്കിയിട്ട് കൂട്ടാൻ. ഇസത്തെ സഹോദരന്മാരെ സഹോദരിമാരെ ഇനിയിപ്പ ഭാര്യ മുട്ടത്തിൽ ഉല്ലപ്പോലത്തെ ഒരു ഹജ്ജിനെ തിങ്കൾ കൈത്തിക്കറ് ഞങ്ങൾ എൻട്രാവുമ്പോൾ തയ്യാറായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഖുർആനിൽ ചൊല്ലത് നാം ഓതി വെച്ച ഒരു ആയത്ത് സൂറത്ത് തൗബ 36-ാമത്തെ ആയത്ത് ഇന്ന ഇദ്ദത ശുഹൂർ ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ രേഖയിൽ അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് തിങ്കളുടെ കണക്ക് അല്ലാഹുവിന്റെ മുട്ട 12 തിങ്കളായിട്ടിരിക്കുകയാണ്. ആകാശഭൂമി സൃഷ്ടിച്ചതിനെ പിടിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചത് അള്ളാഹുവിന്റെ മുട്ട 12 തിങ്കളായിട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ കണക്ക്. അതിൽ 4 തിങ്കള് പവിത്രമായ തിങ്കളായിട്ടിരിക്കും. ഈ പവിത്രമായ തിങ്കളില് 3 ഒന്നര പേരോടി ബന്ധമായിട്ടിരിക്കും. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അതുപോലെ ഒന്നായിട്ടിരിക്കുന്നത് റജബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിനെ ബയാനാക്കിയിട്ട് കൊടുത്തു ഹദീസിൽ അത് കാണാം. അപ്പൊ ഈ ദുൽഹിജ്ജ തിങ്കളും ചൊല്ലതും അങ്ങനെ ഇപ്പൊ ഉള്ള ദുൽഖഅദ തിങ്കളും ചൊല്ലത് പവിത്രമായ തിങ്കളായിരിക്കും. പവിത്രമായ തിങ്കൾ നിങ്ങൾ മനസ്സിലാക്കണായത് ഇതിലാകൃതായ അമൽ സ്വാലിഹാത്തിന് അള്ളാഹുവിന്റെ മുന്നിൽ വലിയൊരു കൂലി പ്രതിഫലം ഉള്ളതായിരിക്കും. അതിൽ പ്രത്യേകമായിട്ടുള്ള ഇബാദത്ത് പടിപ്പാട്ടി എന്തായെങ്കിൽ ഞങ്ങൾ ആ ഇബാദത്ത് നിർവഹിക്കും. പടിപ്പാട്ടാത്തവർക്ക് ഞങ്ങൾ നിർവഹിക്കുന്നില്ല. ഏതുപോലെ ചൊന്നെന്തായെങ്കിൽ മുഹറം തിങ്കൾ വരുമ്പോഴത്തേക്കും വരുമ്പോ 10 നോമ്പ് പിടിക്കുക. അതുപോലെ ഹജ്ജ് തിങ്കൾ വരുമ്പോഴത്തേക്കും അവിടെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് 10 നാളെ പ്രാധാന്യത്തിനും ഇമ്പോർട്ടൻസിന് പടിപ്പാട്ടിത്ത് അതിലും അറഫ നോമ്പിനെ വിഷയം ചൊല്ലുന്നു. ഹജ്ജിക്ക് ആകൃതായ ഒരു വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി. അപ്പൊ എവിടെയുള്ള ഏതെല്ലാം വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി തീർത്ത് ചൊന്ന അത് അതുപോലെ നിർവഹിക്കുക. അതല്ലാത്തവർത്തോളം ആ തിങ്കളുടെ പവിത്രത അതിക്ക് ശ്രേഷ്ഠത ഒന്നും ചൊന്നെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത്തിന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, നിങ്ങളെ നഫ്സിൽ ദുൽമാക്കാൻ, നിങ്ങൾ മാസിയത്തിൽ കഴിഞ്ഞുകൂടാ. ആ തിങ്ങൾക്ക് യാതൊരു പവിത്രത ഉണ്ട്. ഉലമാക്കന്മാർ ചൊന്നാൽ അതിൽ ആകൃതായ അമൽ സ്വാലിഹാത്തിന് അള്ളാഹു അതിലെ കൂലി ദറജ യാറായിട്ട് അതിനാക്കര വെടുക്ക് തരത്തുക, അതിലെ ശിക്ഷനെ തൂക്കം യാറായിട്ട്. ഉടനെ ദുൽഹജ്ജ് തിങ്കളുടെ വിഷയത്തിൽ മനസ്സിലാക്കണായത് ഒരു 5 വിഷയമായിരിക്കും. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തിങ്കളുടെ 10 നാളെ അള്ളാഹു ഇഷ്ടമുള്ള പോലെ നാളെ പഠിച്ചു. ഒന്നാമത്തെ വിഷയം. അതുപോലെ രണ്ടാമത്തെ വിഷയമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തിങ്കൾ ഹജ്ജ് ഉള്ള പോലത്തെ ഒരു നാളെ ഹജ്ജ് കർമ്മ ഫർലായ പോലെ. അതുപോലെ ഇതില് നമുക്ക് മനസ്സിലാക്കുന്ന ഇനിയൊരു വിഷയം, ഇത് തൗഹീദുല്ല. ഈ എല്ലാ ഇബാദത്തും തൗഹീദ് ഇല്ലാത്ത ആക്കി തുപ്പായതില്ലാത്ത വിഷയം. ഇത് മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം ഇതുമായിട്ട് മനസ്സിലാക്കണായത് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ എടുത്തു കാണുന്നതായിരിക്കും. ഇവിടെ ഹദീസ് നിഷേധിച്ചിട്ട് അങ്ങനെ എല്ലാ വാദവും തകർത്ത് എറിയപ്പെടുന്നതായിരിക്കും. കാരണം ഈ എല്ലാ അമൽ ഹജ്ജ് അമൽ നോക്കിയെങ്കിൽ ഇത് അക്കൽ എന്തും ചിന്തനാക്കി എടുക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ അള്ളാഹു പഠിപ്പാട്ടിട്ട് റസൂൽ ചൊല്ലുന്നു വിഷയത്തിൽ അങ്ങനെ ആഗ്രഹം മാത്രമേ ഹജ്ജ് ആഗ്രഹം. അതുപോലെ അഞ്ചാമത്തെ ഒരു വിഷയ ഈ തിങ്കളുള്ള പ്രത്യേകമായിട്ടുള്ള വിവാദത്ത് ഉദൂഹിയത്തുമായിട്ട് ഈ 5 വിഷയത്തിൽ തന്നെ ഇതുമായിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തേത് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൻ അൽ അമൽ സ്വാലിഹ് അഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാറെ ഇഷ്ടമുള്ള അഹബ്ബു ഇലല്ലാഹ് അമൽ സ്വാലിഹാത്ത് ആഖിറത്തിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാറെ ഇഷ്ടപ്പെട്ടത് ഈ നാളിനെ കാട്ടി യാറെ വേറെ ഒന്നാലില്ല.
മനസ്സിലാക്കി യാനി അശ്റഫിൽ ഹിജ്ജ സ്വഹാബത്ത് കേട്ടാൽ ഖാലു വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ആക്കുന്നത് അത്ര വലിയൊരു സ്ഥാനമില്ലേ ചൊല്ലിട്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചൊല്ലുന്നതായെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരുപാട് പ്രയാസങ്ങൾ പോയിക്കേണ്ടി വരും, ഒരുപാട് നൊമ്പരം പീഡനങ്ങൾ കിട്ടും. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദും അത്ര സ്ഥാനമില്ല. കുസിബിട്ടുള്ള വിഷയം ഞങ്ങൾ ഈ 10 നാൾ ഞങ്ങൾക്ക് കിട്ടിയതായെങ്കിൽ അതിനെ ഞങ്ങൾ എങ്ങനെ യൂസ് ആക്കുക അത് ഒരു മുഅ്മിനക്ക് അവൻ റസൂലിന്റെ മേൽ ഈമാൻ കൊണ്ടതാണെങ്കിൽ അല്ലാഹുവേ റസൂലിന്റെ പൽക്കത്തെ മേൽ അവൻ നല്ല ദൃഢമായിട്ട് ഉള്ളതാണെങ്കിൽ അവൻ അതിന് ഫായദ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തിനു ചോദിച്ചു കേൾക്കുവാറ് പോവാറ് ഒരുപാട് കേൾക്കുവാറ് അങ്ങനെ ലൈഫ് ഇന്നാലെ എന്തിണ്ടോ അങ്ങനെ എന്തു ചേഞ്ചസ് ആണ് കൊമ്പാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫضل ಐತಿക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ಐತಿക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു കൂലി ആരതരം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഒരുപാട് ദോഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫാക്കുക അല്ലാഹു ഇഷ്ടപ്പെട്ടു അതുപോലെ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ആക്കി നിങ്ങൾ ആക്കിയ 10 നാളുടെ ഈ അമൽ സ്വാലിയാത്ത് അല്ലാഹു ബാക്കിന്റെ നാളിൽ ആക്കിരകാണ്ട് യാറെ ഇഷ്ടമില്ല എന്ത് മനസ്സിലാക്കിയ റമദാനിലാണ്ടും യാറെ ഇഷ്ടമില്ല. മഹാന്മാരായ ഉലമാക്കന്മാർ പഠിപ്പാട്ടിയാൽ ജാവരെ കണക്ക് നോക്കി എന്തായെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ജാവുക എത്തിക്കുന്ന യാറെ ശ്രേഷ്ഠത ഓലുമാരുടെ കണക്ക് കൂട്ടി എന്തായെങ്കിൽ ദുൽഹജ്ജിലെ 10 നാളിലേക്ക് യാറെ ശ്രേഷ്ഠത അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയ ജിഹാദ് മാത്രമല്ല സ്ഥാനമില്ല ആയില്ല. പിന്നെ ചോദിച്ചു ഒന്നിനെ കൊണ്ടു ഒരു മനുഷ്യൻ ജിഹാദിന് പോകാണ് അവന്റെ ജീവത്തെ കൊടുക്കണം, അതായത് ഷഹീദാണ്. അവന്റെ സമ്പത്തും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കാണ്, ജീവൻ കൊടുക്കാൻ എന്തുമില്ല മറിച്ച് അവനും ഇതിനെ കാട്ടി സ്ഥാനമില്ല. അത് കുറ്റേതായെങ്കിൽ ബാക്കിന്റെ സ്ഥാനമല്ല ഈ 10 നാളിലാക്കി അമലാക്കി. സഹോദരന്മാർ ഇതൊരു എരിപ്പാട്ടിലേക്ക് ഈ 10 നാളിൽ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഷെഡ്യൂളാണ്. ഉപജീവനത്തെ മാർഗത്തിൽ ചമ്മ പോരാട്ടം ಶರೀರಗಳ ಐಕ್ಯಮೇ ತೆಲ್ಲ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಮೇಲೆ ಯಾರ ಇವನು ಕ್ವೆಶ್ಚನ್ ಎಲ್ಲ ತೊಂತಲ್ ಕೊರಡಿ ಆಗಿತ್ತು. ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಯಾರ ಟೈಮ್ ಸ್ಪೆಂಡ್ ಆಗ್ತಿಗೆ ಅದರ ರಿಸ್ಕ್ ಲೆಂದು ಕೊರಡಿ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಯಾರ ಅಲ್ಲಾಹ್ ಅವರಿಗೆ ತಕ್ವಾ ನೀಡಿ ಹೇಳ್ತಾನೆ. ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಚೊಲ್ಲದ ಬಲಮೆ ಅಲ್ಲಾಹ್ ಬಿಯಾರ್ ಕ್ಯಾತೆ ತೆರು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ರಿಸ್ಕ್ ತಂದ ಚೊಲ್ಲ. മഹാനായ ഷേഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു വിഷയം പഠിപ്പാട്ട് ആശ്ചര്യകരമായ വിഷയത്തിലെ ചോദ്യത്തായി മനുഷ്യന്മാര് ഗാഫിലായിരിക്കുക ഈ ഒരു 10 നാളത്തെ വിഷയം. അതാ റമദാൻ തിങ്കളിൽ യാറ ഖുർആൻ ഓതും ബാക്കിന്റെ കാര്യങ്ങളെല്ലാം വ്യാപകമാകും. സദഖ ഖൈറാത്ത് ദിക്ർ അദ്കാർ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ ഈ 10 നാളത്തെ വിഷയത്താണ് അശ്രദ്ധരായിരിക്കുക. അങ്ങനെ ആവുന്നില്ല. അങ്ങനെ ആ ആൾമാരെ സംബന്ധിച്ചിടത്തോളം ബാക്കി നാളും ഈ നാളും ഒക്കെ ഒരേപോലെ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളെ ഒന്ന് മാർക്സിറ്റ് മയ്യാം ഞങ്ങളുടെ അവസ്ഥ ചൊല്ലു ആറായും ഈ നാളിൽ ഒന്ന് ഹയാത്താക്കുന്നതായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതുപോലെ അങ്ങനെ ആഗ്രഹത്തായെങ്കിൽ ഫഇന്നഹു അലാ ഖൈറിൻ അദീം വലിയൊരു ഹൈറിലേക്ക്. അതുകൊണ്ട് സഹോദരന്മാരെ ദിനനിത്യമായ നിസ്കാരം ഒന്ന് ശ്രദ്ധിക്കരുത്. ജമാഅത്തോടു കൂടി വന്ന് നിസ്കരിക്കുന്നു, ഒന്ന് റവാത്തിബ് നിസ്കാരം ഒന്നുകൂടി നമ്മൾ ഉഷാറാക്കല്, ഒന്ന് ഖുർആൻ നല്ലാക്കല്, സദഖ ഖൈറാത്ത് രോഗിനെ സന്ദർശിക്കുന്നത്, ഞങ്ങളെ കുടുംബ ബന്ധത്തെ ഉമ്മബരെ ഖിദ്മത്തും ഇങ്ങനെ ഏതെല്ലാം ഫീൽഡിൽ നമുക്ക് അല്ലാഹുവിനെ കൂലി ആരെയാറെ കിട്ടും അത് ഒന്നുകൂടി ഇഖ്ലാസും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 നാൾ യാറെ കൂലി കിട്ടുന്ന ചൊല്ലിലെ രൂപത്തിൽ യാതൊന്നും പറ്റതേക്കില്ല. കാരണം ഹാഫിദ് ഇബ്നു റജബ് അൽ അസ്ഖലാനി റഹിമഹുല്ലാഹി ഫത്ഹുൽ ബാരി ചൊല്ലി
എന്ത് കഴിഞ്ഞെങ്കിൽ ഈ 10 നാൾക്ക് യാറെ പ്രാധാന്യത കിട്ടിയ ചൊല്ലി എന്തായെങ്കിൽ ഇബാദത്തിൽ എല്ലാ കാര്യങ്ങളും ഇത് ഉൾക്കൊള്ളുന്നതായിട്ട്. അതായത് നോമ്പ് പിടിക്കുക, അമലു സ്വാലിഹാത്തിൽ ചൊല്ലുന്ന രൂപത്തിൽ നോമ്പ് പിടിക്കുക. അതല്ലാതെ അറഫ നോമ്പുണ്ട്, ആ നോമ്പിന്റെ പ്രത്യേകത അല്ലാഹു റസൂൽ എടുത്ത് ചോദിച്ചു. മുന്നോട്ടേതും കഞ്ഞിപ്പോയി ഒരു വർഷത്തെ മുന്നോട്ട് ഒരു വർഷത്തിന് പണ്ടേതും കഞ്ഞിപ്പോയി എല്ലാ ചെറിയ ചെറിയ തപ്പ് വലിയതാണ് വലുതായ ഇസ്തിഗ്ഫാറാക്കോ തൗബ ചെറിയ തപ്പുമെല്ലാം മാഫായിട്ട് കിട്ടും. അതുപോലെ അമലു സ്വാലിഹാത്തിൽ ചൊല്ലുന്ന രൂപത്തിൽ എന്താക്കാം, നോമ്പുങ്ങ പിടിക്കാം, ദാനധർമാക്കുക, സ്വതക്ക കൊടുക്കുക, ഖുർആൻ ഓതാം. അതുപോലെ ഹജ്ജ് ചൊല്ലുന്ന കാര്യം ഇതിൽ ഉൾപ്പെടുന്നു. ഹജ്ജ് എല്ലാ കാര്യം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തെറ്റിക്കുന്നത് ഈ ഒരു പ്രത്യേക 10 നാളുകൾ യാറ ശ്രേഷ്ഠത വർദ്ധിച്ചു. ഇത് ഒന്നാമത്തെ. രണ്ടാമത്തേത് ഈ തിങ്കളിലുള്ളത് തെറ്റിക്കുന്നത് ഹജ്ജ് ചൊല്ലുന്നത്. ഇതിന്റെ വിഷയത്തിൽ ബഹുസംഖ്യാത ആളുമാർ വിചാരിച്ചു വെച്ചിട്ട് അത് വയസ്സായിട്ട് ആക്കിയത് ഒരു അമലിച്ചു. അത് അപ്പുറത്തെ ഭാഗത്തുള്ള സമസ്തത്തെ ഒരു അനുഷ്ഠാന കർമ്മ ഫോളോ ആക്കാൻ അതേ സിദ്ധാന്ത ഞങ്ങൾ ബദലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല യാരെ ഇഷ്ടപ്പെട്ടത് അമൽ ഒരു യൗവനത്തിലേക്ക് ഒതുക്കി ചോര പയക്കുമ്പോൾ കാസരവേ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇപ്പോൾ ഹജ്ജാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ചൊന്നു ബാക്കി വെച്ചിര വർഷം ഇതുകൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളൊട്ടിക്ക ഒരു ബേജാറും അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവില്ല. ഹജ്ജ് നിങ്ങൾ തീർന്നിട്ട് ഈ കൊല്ലം ഹജ്ജ് പോയിട്ട് 2 വർഷം ഹജ്ജ് ആക്കിയിട്ട് മറിക്കണം ആക്കാത്ത മറിക്കണം നല്ല അവസ്ഥ എന്തൊരു ചൊത്തിലെ ഒരു ഫീലിംഗ്സ് ഒരു ബേജാറ് മനസ്സിലുണ്ടാ. അതുകൊണ്ട് നീയത്തി അല്ലാ 2 വർഷമായി ഹജ്ജാക്കാൻ തയ്യാറാവും. ചൊത്തിലൊരു മനസ്സിനകത്ത് ഉണ്ടാ അങ്ങനെ മനസ്സിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗ്ഗത്തിൽ ചെലവാക്കി തന്നു. അല്ലാഹു കരുണയാക്കാൻ വെച്ച് തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിങ്ങൾ പുണ്യ നേടി എടുക്കാലേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവാക്കണം. ചിലപ്പോൾ നമുക്ക് ഹജ്ജിക്കാൻ വേണ്ടി 3 लाख 4 लाख എത്ര അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുന്നത് അത് നമുക്കൊരു ഫീലിംഗ് ആവില്ല. നമുക്ക് ചിലപ്പോൾ ഞങ്ങൾ ഔത്തുള്ള ദാവത്തായി ചപ്പടേഷൻ ആവും. പെൻഡിങ് എത്ര ഫംഗ്ഷൻ എത്ര ലാഖ് ചെലവാണ്. ചിലപ്പോൾ എന്തിനത് കിട്ടുമുണ്ട്. ഒലിമ സുന്നത്തായ കാര്യം ഒലിമ ചിലപ്പോൾ പുറത്തുള്ളൊന്നും ആവും പോടില്ല. അല്ലാഹു കേൾക്കാൻ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ചെലവാക്കണം. എത്ര അതിന് എത്ര പേരില്ലേ ഫംഗ്ഷൻ എത്ര ചെലവാക്കണം. മൗലാജി ചൊത്തു, ഹൽദി ചൊത്തു, പിന്നത് ചൊത്തു, മറ്റത് ചൊത്തു. അനാവശ്യമായിട്ട് വെറുതെയില്ലാത്ത അത് ചേഞ്ച് ആക്കും, സോഫ സെറ്റ് ചേഞ്ച് ആക്കും, ഫർണിച്ചർ ചേഞ്ച് ആക്കും, പെയിന്റ് ആക്കും, എന്താവും ഇതെല്ലാം ആക്കണം. വേറെ അങ്ങനത്തെ ഒന്നുണ്ടായി അത് അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കല. നിന്റെ ഫർണിച്ചർ ചേഞ്ച് ആക്കില്ല, പലയില്ലേ നിന്റെ പെയിന്റിംഗ് എന്താക്കില്ല, എന്തിനാർക്ക് ദാവത്ത് കൊടുത്തില്ല, അല്ലാഹു ഹജ്ജ് ആക്കിയിട്ടില്ല. ഇവർ തോന്നുന്നതായിട്ട് ഒരാൾ മരിച്ചിട്ട് പോയി ഹജ്ജാക്ക് ആയില്ലെന്നായെങ്കിൽ അവന്റെ സ്വത്ത് ബാക്കിയുണ്ട്. മരിച്ചല് പിന്നെ ഞങ്ങൾ എത്രത്തോളം എന്റെ അമ്മ മരിച്ചത് അതിനെ കടാർക്കായ ബാക്കിയുണ്ട അത് ഞങ്ങൾ മക്ക വീണ്ട ചോദിച്ചുണ്ട. അതേ അവസ്ഥയിൽ എന്റെ അപ്പ മരിച്ചത് ഹജ്ജാക്കാത്ത് മരിച്ചത്, എന്റെ ഉമ്മ മരിച്ചത് ഹജ്ജാക്കാത്ത് മരിച്ചതായെങ്കിൽ അയലെ സ്വത്തുരെ അതിന് ഒരു പാട്ട് ഹജ്ജാക്കും ചെയ്തു അങ്ങനെ വെച്ചിട്ട് ആര് ഹജ്ജ് அவங்க ആക്കിടാനാ അങ്ങനത്തെ ആളുണ്ടായി അവൻ ഹജ്ജാ. അല്ലെങ്കിൽ ഹജ്ജാക്കിട്ടുള്ള ആളൊട്ടി പോയിട്ട് ചൊല്ലണു നിങ്ങൾ പോയ വർഷം ഹജ്ജ് നിക്കാക്കിടാറില്ലേ ഈ വർഷം ഞങ്ങളെ ഹബ്ബരെ കാസ് പോണ്ടെ പണ്ടേതും അവിടുത്തെ ബാക്കി ചെലവ് നിങ്ങളതു നിങ്ങൾ പോയി എത്ര നാൾ നിങ്ങൾ പണിയില്ലാത്തവൾ അത് ബെല്ല നിങ്ങൾ ഞങ്ങളെ ഹബ്ബരെ ബെല്ല ഹജ്ജാക്കി നീ ആക്കിടാ അത്രത്തോളം ഹജ്ജാണ് അങ്ങനത്തെ ബാക്കിയായിട്ട്. അപ്പൊ അത് വലിയൊരു കാര്യ സഹോദരന്മാർ ഞങ്ങളൊരു സില്ലിയായിട്ടുണ്ട്. ആ എത്ര വേഗം ഹജ്ജാക്കും വേഗം പോയി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മരിക്കുന്ന ഹജ്ജാക്കും. ഇസ്ലാമിലെ 5ാമത്തെ പില്ലറായി തെരഞ്ഞു ചൊല്ലിയത് ഹജ്ജ് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു തഅജ്ജലു ഇലൽ ഹജ്ജ്
ಹಜ್ಜಾಕು ಎತ್ತರ ಬೇಗ ನಿಂಗೆ ಗೊತ್ತಿಲ್ಲ ಫೈನ لا يدري ما يفعل ഇന്ദ്ര ബാധിക്കുള്ള സത്യം കൊറോണ വന്നപ്പോൾ ഇതെല്ലാം ബന്ധം വെച്ചു ഇനി ബാക്കി ഇനി എന്തായാലും സന്ദർഭം ಬಂದೆങ്കിൽ ಆಕು ಆವಾತೆ ಗೊತ್ತಿರೋ ಅವಸ್ಥೆ ಬಂದೆങ്കിൽ എത്ര ಬೇಗ ಅದಕ್ಕೆ ನಿಂಗೆ ತಾಕೊಂಡು ಕೊಡಕ അതിന് വേണ്ട സമ്പത്ത് എത്രയും ഇവർ തോന്നുന്നതായെങ്കിൽ ചിലപ്പോഴും നമുക്ക് തീർന്നതായി കടത്തിൽ വേണം പോയിട്ട് ഹജ്ജാക്കാൻ നാം അത്ര കൊടുക്കുന്ന മനസ്സ് വേണം കട സ്വന്തമായിട്ടും ചിലപ്പോൾ നമുക്ക് ഒഴിവാട്ടലിന്റെ ചിലപ്പോൾ പാർട്ട്നേഴ്സ് വലിയ വിഷയമാണ് പോയിട്ട് ഹജ്ജാക്കിട്ട് വന്നതിന്റെ സ്വന്തമായിട്ട് നമുക്ക് മുട്ടുമുട്ടാൻ വലിയ വിഷയം ಹಜ್ ಹಾಕೊಂಡು ತಾಯಿ ಬೇಗ ಹಾಕೋತಿದ್ರೆ ಹಾಕೊಂಡು ಚೊಲ್ಲದು അതുപോലെ എല്ലാ അനുകൂലത്തെ ഉണ്ടോ ചൊന്നതായെങ്കിൽ പിന്നെ ഒരുപാട് മങ്ങിലത്തെ പേരിൽ ഡ്രസ്സിന്റെ പേരിൽ പർച്ചേസിന്റെ പേരിൽ അത് ഇത് ചൊന്ന് നിൽക്കുക ಮೂಲಭೂತ ಸೌಕರ್ಯ ಅಂದ್ರೆ ಅವನಿಗೂ ತಿನ್ನೋಕು ಅವನಿಗೂ ಒಳ್ಳೆ ಟ್ರಾವೆಲ್ಸ್ಗೆ ಫ್ಲೈಟ್ ಟಿಕೆಟ್ ಹೋಯ್ತು ಬರೋಕು ಅവിടുത്തെ ചെലവും കാശുണ്ട് അവനൊട്ടിಗೆ ಬಿಟ್ಟುದು ಫ್ಯಾಮಿಲಿ ಬಿಟ್ಟು ಹೋಗ್ಬತ್ತು ಒಂದು ನಾಲ್ಕನಾರ ಬಿಟ್ಟು ಹೋಗ್ಬತ್ತು ಫ್ಯಾಮಿಲಿಗೆ ಕಾಸು ಉಂಟು ತಾಯಿಗೆ കുതിരത്തുള്ള അവിടെ എത്തിക്കാം ഇങ്ങനെ ಎಲ್ಲ ഒരുപാട് വിഷയമുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ അതിനങ്ങ് എത്ര വേഗം ആപ്പനായ ഒരു കർമ്മ ചൊല്ലു മഹാന്മാരായ ഉലമാക്കന്മാരിലേക്ക് അതില് നമുക്ക് ചൊല്ലുന്നത് കാണാം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുയെ പോലത്തെ അങ്ങനെയുള്ള അർത്ഥങ്ങൾ കാണുക സാധ്യമാണെന്നേ ഒത്തക ഹജ്ജാക്കു ആരോഗ്യം ആഫിയത്തുണ്ട് ಅವನು ಹಜ್ಜಾಕಿಲ್ಲ ಅಂತಾയെങ്കിൽ ಅವನು ಯಹೂದಿನ പോലെ നസ്രാനിനെ പോലെ അവൻ മരിക്കുന്ന അവസ്ഥ അങ്ങനെ യഹൂദി അല്ലെ നസ്രാനി മറിച്ചുകൊണ്ടാണ് ചൊല്ലുന്നത് എനിക്ക് പഠിപ്പാട്ടതായ വിഷയം ശ്രദ്ധിക്കുന്ന വിഷയം വളരെ ഗൗരവമായിരിക്കുന്ന വിഷയം മഹാന്മാരായ ഖലീഫമാര് അങ്ങനെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലത്തെ ഖലീഫമാർ ഈ രായത്ത് ആർക്കായെങ്കിൽ താക്കത്തിന്താൻ ഹജ്ജാക്കില്ല എന്തായെങ്കിൽ അവരുടെ ജിസിയ അതായത് ടാക്സ് വസൂലാക്കുക അത് മുസ്ലിമിന് അല്ല അത്രത്തോളം പഠിപ്പാട്ട് അതുകൊണ്ടു ആ എത്ര വേഗ ഹജ്ജാക്കുക ഞങ്ങളൊട്ടിಗೆ രണ്ടാമത്തെ വിഷയമായി മൂന്നാമത്തേത് ഹജ്ജി ചൊല്ലുന്നത് തൗഹീദുൽ കൈയിലേ ഹജ്ജിലെ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ചൊല്ലുന്നത് ഇത് മക്കത്തെ മുശ്രിക്കീൻ ഹജ്ജാക്കിയ തവാഫാക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബിലിക്ക് ഉത്തരം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബിഞ്ച് ചൊല്ലുന്നത് സഹീഹ് മുസ്ലിമിൽ കാണാ അങ്ങ് തവാഫാക്കിയ പോലത്തെ അവസ്ഥ അപ്പൊ അങ്ങ് ചൊല്ലോ ഇതേ ചൊല്ലോ ഇന്നാ അല്ലാഹു എന്റെ ബിലിക്ക് നിന്റെ അടി ഉത്തരം തന്നാൽ ഇക്കൊരു ശരീക്കുമില്ല ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പാട്ട് അതായത് മുന്നോട്ട് പോകണം ഈ ചൊന്നത് അത് സമാച്ചു അതിന് അങ്ങെന്താക്കി മുന്നോട്ട് ചൊല്ലോ ഇന്നാ ഇല്ല ശരീക്കൻ ഹുവലക തംലികു വമാ മലകാതു ഒരു ശരീക്കുണ്ട് ആ ശരീക്ക് എന്തിനെ ആ ശരീക്കിന്റെ അവസ്ഥ എന്തിനെ നിന്റെ ശരീക്കായി ഇരിക്കുന്ന അല്ലാഹ് അങ്ങ് എന്തായാലും നിനക്ക് തന്റെ എന്തായാലും നീ കൊടുത്ത ശക്തി സാമർത്ഥ്യം കൊടുത്താറുണ്ട് ചൊല്ലുന്ന കൂടെ ചൊല്ലുന്ന പേര് സുന്നി ചോദിക്കും അല്ലേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്താക്കി സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ആർക്കത്തെ ആരമി ഏൽപ്പിച്ചിട്ടില്ല ഏത് മരിച്ച മയ്യത്രാവട്ടെ ആയാത്തിന്റെ കാണണം അവരുടെ ദുആർക്കോ ഇങ്ങനെ ആഗ്രഹ സഫലീകരണം പൂർത്തീകരണത്തിന് ആരും ഏൽപ്പിച്ചിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു ആർക്കും അങ്ങനത്തെ ശക്തി സാമർത്ഥ്യം കൊടുത്തിട്ടില്ല ബദലായിട്ട് അല്ലാഹു വൈദികരാണ് മുട്ടില്ല നടുവിനോട് മധ്യവർത്തിയാക്കി അവൻ മുട്ടൈന ദൂരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുൽ മാത്രമേ ഹജ്ജുലതേ എല്ലാ ഇബാദത്തും അതിന് ഘോഷ പ്രഖ്യാപനമേ എത്തിക്കുന്ന തൗഹീദ് ചൊല്ലി അതുപോലെ ഷിർക്കാക്കിയവನು അവന് എല്ലാ അർത്ഥത്തിലും പരാജയം അവന്റെ ഹജ്ജും സ്വീകരിക്കില്ല അവന്റെ നോമ്പും സ്വീകരിക്കില്ല അവന്റെ ഉംറയും സ്വീകരിക്കില്ല അവന്റെ യാതൊന്നും സ്വീകരിക്കില്ല കൂടുതൽ മണ്ണ് പുറത്ത് പോലത്തെ വിഷയിച്ചിട്ട് അവന്റെ പ്രയത്നം അവന്റെ ടൈം എല്ലാം വേസ്റ്റ് ആയിട്ട് നരകത്തിലേക്ക് കാലകാലം ഒരു ലക്ഷം കൊടുക്കില്ല അതുപോലെ ഇതില് മൂന്നാമത്തെ വിഷയിച്ചിരിക്കുന്ന ചൊല്ലുന്നത് ഇതിൽ ഇത്തിബാഉ സുന്നത്തായിരിക്കും ഈ എല്ലാ കാര്യത്തിലും ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇത്തിബാഉ സുന്നത്തായിരിക്കും ഇന്ന ടൈം എട്ടാമത്തെ നാൾ ദുൽഹജ്ജ് എട്ടാമത്തെ നാൾ യൗമു തർവിയ ഹജ്ജിಗೆ ഇഹ്റാം കെട്ടുന്ന നാൾ ഒലിപുറന്റെ അറഫ അണ്ട് സുബൈ തെച്ചവർ മോദി ദോദയിക്കുന്നു ചൊല്ലുന്നു ഒന്നും ഇതിലൊന്നും അക്കലത്തില്ല
അവനവിടുത്തെ പിന്നെ മുഴുവനും മോദിയത് മഗ്രിബാകാൻ പിന്നെ ദിക്റും മുഴുവനായത് അണ്ട് ജാവുൽ മുസ്തലിഫത്തിലേക്ക് വരുമ്പോൾ ഹജ്ജിനെ കമൽ പരിപാടി അത് പിന്നെ പിറ്റാന്ന് പോയിട്ട് പെരുന്നാളുടെ സുബൈക്ക് ജമറാത്ത് കല്ലെറിയും അത് എല്ലാ കർമ്മത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഖുദു അന്നി മനാസികക്കും ഹജ്ജിലെ കർമ്മം രണ്ടിൽ നിന്ന് പഠിക്കണം തവാഫ് ആവട്ടെ സഅയ് ആവട്ടെ ഒരു ഹദീസ് നിഷേധിയായ മനുഷ്യ മുസ്ലിം ആവുക സാധ്യമല്ല അവൻ എങ്ങനെ ഹജ്ജിനെ അമലാക്കാണ് അവൻ എന്താ അക്കലെത്തിക്കുന്നത് ബുദ്ധിയെത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായിട്ട് ഹജ്ജാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് വലില്ലാഹി അലൻ നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല അല്ലാഹുവിന്റെ ഭവനത്തിൽ പോയിട്ട് സാധ്യതയുള്ളവർ പോയിട്ട് ഹജ്ജാക്കട്ടെ ആ ഹജ്ജാക്കുന്നത് മനുഷ്യന്മാർക്ക് അല്ലാഹുവിന്റെ മേലുള്ള ബാധ്യത ഇരിക്കുന്നു മനുഷ്യന്മാരുടെ മേലുള്ള ബാധ്യത ഇരിക്കുന്നത് അല്ലാഹുവിന്റെ മേൽ ഹജ്ജാക്കനെ ചൊല്ലുന്നത് ഇതേ ദിക്ർ നിർബന്ധമായി ദിക്ർ അത്ര വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘായി ദിക്ർ ഹജ്ജാക്കന അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ഇന്നതുപോലെ ആക്കിയ മാത്രമേ ഹജ്ജ് പരിഗണന അല്ലെന്തായി ഒരു ഫായിദ അപ്പോൾ ഇതെല്ലാം ദിക്ർ നമുക്ക് കാണുന്നത് ഈ ഹജ്ജ് നിങ്ങൾ അമൽ സ്വാലിഹാത്താകും ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാത്തെ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് പഠിപ്പാടിട്ട് അണ്ട് അറഫാ നോമ്പ് നഗ പിടിക്കുന്നതായി ഹാജിമാർക്ക് നോമ്പില്ല അപ്പോൾ മുസീർ വാർത്ത അന്നപ്പോൾ പെരുന്നാൾ പോലെ അതുപോലെ ബാക്കി എല്ലാ അമൽ വിഷയത്തിലും നമുക്ക് പഠിപ്പാടി നടത്തി ഹജ്ജാക്കുന്ന വിഷയം അപ്പോൾ ഹജ്ജിന്റെ വിഷയം നമുക്ക് കിട്ടുന്നത് ദുൽ ഹജ്ജ് നിങ്ങൾ നേരത്തെ നോക്കിയെന്തായി തൗഹീദിന്റെ വിഷയം നമുക്ക് കിട്ടുന്നത് അതുപോലെ സുന്നത്തിന്റെ വിഷയം നമുക്ക് കിട്ടുമ്പോൾ ഇതെല്ലാം ഹജ്ജ് നിങ്ങൾ ഉൾക്കൊള്ളുന്നതിനെ നമുക്ക് മനസ്സിലാക്കുക സാധ്യമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ സന്ദേശത്തെ നല്ലപോലെ പഠിച്ചിട്ട് ഉൾക്കൊണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അത് പ്രാക്ടിക്കൽ ലൈഫിൽ അളവടിച്ചിട്ട് ജീവിക്കുന്നതിനെ തഖ്വയുള്ള മുത്തഖിയായ ആൾമാരെ കൂട്ടത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ وأقول قولي هذا فأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسبب الله അടിമമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിലെ വിധി നിഷേധത്തെ നല്ലപോലെ പഠിച്ചിട്ട് മനസ്സിലാക്കി പ്രായോഗിക ജീവിതത്തിൽ അളവടിച്ചിട്ട് തഖ്വയില്ലാതെ ജീവിക്കുന്ന ചുറ്റുള്ള വസിയത്ത് ഇനിയൊക്കെ കൂടി നല്ലൊട്ടിಗೆ അതുപോലെ നിങ്ങൾ എല്ലാവരുടെയും ನಾನು വസിയത്താക്കി സഹോദരന്മാരെ സഹോദരിമാരെ ഹജ്ജ് തിങ്ങളുമായി ബന്ധപ്പെട്ട് നാല് കാര്യത്തെ കുറിച്ച് ഒന്നാമത്തേത് അമൽ സ്വാലിഹാത്താക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി ചൊല്ലുന്നത് രണ്ടാമത്തേത് ഹജ്ജാക്കുനായി വിശേഷത്വം ആ ഹജ്ജാക്കി ധാരാളമായി ഹജ്ജിന് മാത്രം വിശേഷത്വം ചൊല്ലണം ഉമ്മ പെത്തെ കിടാവരെ പോലെ തിരിച്ചു പഞ്ചായച്ചു അത്ര പോലെ വിഷയം അള്ളാഹുവിന്റെ സംഘം കേട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണം അത്ര വലിയ വലിയ ശ്രേഷ്ഠത അതുപോലെ മൂന്നാമത്തേത് തൗഹീദിന്റെ വിഷയം ഇതിൽ എടുത്തു കാണുന്നില്ല എവിടെ നോക്കി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിളിക്കുന്ന വിഷയമില്ല ഹാജറ റളിയല്ലാഹു അൻഹയെ വിളിക്കുന്ന വിഷയമില്ല അങ്ങനെ എല്ലാം ചെറിയതിൽ കാണാം അതിൽ ആരും ഈ ഒരു കർമ്മത്തില് അങ്ങനെ എല്ലാ സ്മരണയിൽ ഉണ്ടും താഴ്ന്നു അങ്ങനെ ഒന്ന് മധ്യവർത്തിയാക്കിത്ത അങ്ങനെ ഡയറക്റ്റാ അതുപോലെ സുന്നത്തിന്റെ വിഷയ അഞ്ചാമത്തേത് ഈ ഒരു നാല് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദൂഹിയത്തുമായി പഠിപ്പിച്ചു എല്ലാ ഇബാദത്ത് അതದ್ರ ಜಾಗದಲ್ಲಿ സഹോദരന്മാരെ ನಾವು മനസ്സിലാക്കുക സ്വലാത്ത് നമുക്ക് പഠിപ്പിച്ചു ಆದರೆ ಇನ್ನೊಂದು ವಿಭಾಗ ಆಲ್ಮಾರ ಸಮಸ್ತದಾಗ ಅದರ ಕಚ್ಚೋಡ ಬಲಾಕಿ ಯಾರು ಅದಕ್ಕೆ ಬೇರೆ ಬೇರೆ ರೀತಿಯು ಅದು ಬೇರೆ ಬೇರೆ ರೂಪ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അങ്ങനെ അവസ്ഥ അങ്ങനെ സുന്നത്തിനെ പോലെ അതിൽ ചൊന്നോത്തുള്ള പറയാനാക്കി വിടണം അത് നമ്മൾ നോക്കണേ ദിക്ർ അത് ಬೇರೆ ಬೇರೆ ರೂಪ
ഞങ്ങൾ എഴുതിപ്പാട്ടില്ലേ ചൊല്ലുന്നതാണ് ഞങ്ങൾക്ക് അധികാർ സുബൈമുണ്ട് വസാഹുണ്ട് നിസ്കരിച്ചതായാലും ചൊല്ലുന്ന ദിക്റുമുണ്ട് അതത് രൂപത്തിലുള്ള ബാക്കി കാര്യമുണ്ട് ഡ്രൈവിംഗിലും അപ്പുറം ഇപ്പുറം ഞങ്ങൾക്ക് ഒരുപാട് ദിക്റുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുന്നു. ഇനി സ്പെഷ്യലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 നാളിൽ നിങ്ങൾ തക്ബീറും തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. അല്ലാഹു അക്ബർ ചൊല്ലുന്നു. ഇങ്ങനെ യാരെയാരുടെ ചൊല്ലുമായി കൂജത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞങ്ങൾ ആക്രമണ ഇല്ലേ ചൊല്ലുന്നത് ഞങ്ങൾ നോക്കി ഞങ്ങൾ സുന്നത്തിന്റെ അടിപ്പാട്ടാണ് ഞങ്ങളുടെ അടിപ്പാട്ട് തൗഹീദിലാൽമാർ സുന്നത്തിലാൽമാർ ഞങ്ങളുടെ അടിപ്പാട്ടില്ലെങ്കിൽ പിന്നെ അടിപ്പാട്ട് ഉമ്മത്തിന് പഠിപ്പാടിക്കും. അപ്പൊ ഇതിനുള്ള ലിംഗം മുഹീയത്തെ ചൊല്ലും ഇവിടെ മൊയ്തീശേഖരുടെ പേരിൽ ആൾമാറിലാറ് ബദരീങ്ങളുടെ പേരിൽ ആൾമാറിലാറ് അത് എംസി ഭക്തിനെ ചൊല്ല് വേറെ വേറെ രൂപത്തിൽ ആക്കി വെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നമുക്ക് പഠിപ്പാട്ടത് മുഹീയത്താണ്. ഇവിടുത്തെ ചൊല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടത് ആർക്കായിരുന്നു വർത്തക്ക് താക്കത്തുണ്ടു മൻ കാന ലഹു സഅത്തുൻ വലം യുദഹി ഫലാ യക്രിമൻ മുസല്ല നമ്മൾ മുസല്ല വരണ്ട ചോദിച്ചു ആർക്കാ താക്കത്തുണ്ടു അവൻ മുഹിയത്തർക്കില്ല ടൈം ഉണ്ടെങ്കിൽ മുസല്ല വരണ്ട എന്തിനുള്ള താക്കത്തുണ്ട് എല്ലാം എടുക്കണം വലിയ വലിയ ക്ലാസ് കൊടുത്തുള്ള റാഹത്ത് ക്ലാസ് കൊടുത്ത് മൊബൈൽ എടുക്കുക പിന്നെന്ത് എടുക്കുക ഷൂ എടുക്കുക ബ്രാൻഡ് എല്ലാം എടുക്കുക ആയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ 5000 7000 കൊടുത്തു ഷെയർ കൊടുക്കുന്നതിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം മോന്റെ അർക്കും കൊടുത്തായി അല്ലാഹുവിന്റെ ത്യാഗ ഡ്രാമല്ല അങ്ങനെ കളിക്കൽ നാടകം പോലാവും സത്യത്താക മഹാത്മാക്കന്മാരെ സ്ഥാനം ഉയർത്തുള്ള തകർക്ക് കാരണം ഈ ആത്മീയതയ്ക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം കൊടുത്തുണ്ട് ഇപ്പൊ പണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം അത്ര ആട് കറുത്ത് നായന്റെ അർക്ക് വയ്ക്കുമ്പോൾ അവിടെ വന്ന് അങ്ങനെ ആവും ഗൈബ് കൊടുത്തുണ്ടായി ഗൈബ് കൊടുത്തില്ലാത്ത മുദ്രയിക്കത്ത് ത്യാഗാവും അക്രമേ കത്തി വെച്ചില്ല. അപ്പൊ അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം മോന്റെ അർക്ക് അല്ലാഹു കൽപ്പിച്ചിട്ട് റെഡി ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു വലിയൊരു പരീക്ഷയ്ക്ക് അത് നിങ്ങൾ എന്താക്കാറ് അത് സ്വന്തം പരീക്ഷ സക്സസ് ഞങ്ങൾക്ക് എത്ര വർഷമായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്താകുന്ന അർത്ഥം കൊടുക്കുന്ന കൊണ്ട് സാധ്യമായില്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ വർഷത്തിൽ റെഡിയാവും റെഡിയായിട്ട് നിൽക്കണായ അള്ളാഹുവിന്റെ മാർഗത്തിൽ അർത്ഥം കൊടുക്കുന്ന റെഡിയാവണായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പേരിൽ അർക്കത്തിലാണ് അല്ലാഹു മൻ തബാലി ഗൈരില്ലാഹി ശപിച്ചിലാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസല്ലി ലിറബ്ബിക വൻഹർ നിങ്ങൾ അല്ലാഹുവിനെ നിസ്കരിക്കണം അല്ലാഹുവിനെ ബലിയർക്കണം നല്ല അവകാശം ആരും മിസ്സാക്കത്തവരാണ്. അത് ഉലമാക്കന്മാർ എത്ര അത് സുന്നത്തുൽ മുഅക്കദമ വാജിബാത്തുൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് മുഅക്കദ ശക്തമായ സുന്നത്തായി തിരിക്കുന്നത് ചൊന്നോടെ ചൊന്ന ഉലമാക്കന്മാർ താക്കത്തുള്ളതായി നിർബന്ധമായി അത്രത്തോളം ഈ വിഷയത്തിൽ ചർച്ച ആയിട്ട് ഇനി ആരായാലും അതിക്ക് തയ്യാറായെങ്കിൽ അവിടെ അവനുള്ള നിർദ്ദേശം അവനവന്റെ ഉഗ്ര അവന്റെ തോല എന്താക്കണ്ട എടുക്കണ്ട അവന്റെ കുടുംബത്തെ പേര് അവർക്ക് അമ്മയ്യ കുടുംബത്തേക്ക് മൂടി എടുക്കുന്നത് ഉഗ്ര എടുക്കുന്നത് പ്രാധാന്യമല്ല അവനെന്താക്കണം അത് കൊണ്ടു നിൽക്കണോ ചോദിച്ചു ഇനി മറന്നു തീർത്ത് എന്തായെങ്കിൽ അധികം വിദ്യ കൊടുക്കണ്ട അധികം വിദ്യ കൊടുക്കണ്ട മറന്നു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മേൽ പുറപ്പെടാതെ പുറപാടിക്കും മാർഗം സംഭവിക്കും. അത് അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാർ ആക്കി കഴിഞ്ഞു തൗബ ആക്കി കഴിഞ്ഞു ഏതായാലും ഉടനെ മനസ്സിലാക്കണായ കുറെ വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ കൊടുക്കുന്നതായ ജാനുവാറുകൾ നല്ലതാണ്. അത് നമുക്കൊന്നുള്ളതുപോലെ ആട് വട്ട പൈ കുരി ഇങ്ങനത്തെ കൊടുക്കണായത് അതുപോലെ അതിനെ ഏജ് എത്തിക്കണം ഒരു സമയം ആട് കൊടുക്കാണ്ടായ 1 വർഷം കംപ്ലീറ്റ് പൂർത്തിയായിരിക്കണം പയ്യൻ തായെങ്കിൽ 2 വർഷം കംപ്ലീറ്റ് പൂർത്തിയായിരിക്കണം വട്ട എന്തായെങ്കിൽ പിന്നെ 5 വർഷം പൂർത്തിയായിരിക്കണം അത് പയ്യനും പിന്നെ വട്ട ഷെയർ കൂടി തായെങ്കിൽ നമുക്ക് കൊടുക്കാൻ ചൊല്ലതായിട്ട് മൂന്നാമത്തെ അതുപോലെ അത് എല്ലാവിധ ന്യൂനത്തിൽ നിന്നും മേഞ്ഞതും വേണ്ടാത്തതും അങ്ങനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമ്പോൾ അല്ലാഹു നല്ലതേക്ക് സ്വീകരിക്കും നല്ലതേക്ക് കൊടുക്കണം. അതുപോലെ അവന്റെ സ്വന്തത്തിതാവും അതെ കട്ട് തീർത്തതാ അല്ലെ പിടിച്ചു തീർത്തതാ അതും ആവും തീരാ സ്വന്തം അതല്ലെങ്കിൽ ആരായാലും കടയ്ക്ക് വെച്ചത് ഇതിനെ ടിക്കറ്റ് അങ്ങനത്തെ ജാമാറും അവിടെ ആർക്കും തീരാ ചൊല്ലുന്നത് അതുപോലെ അതിന് ടൈമറാണ് പാത കണ്ട് പിന്നെ പെരുന്നാൾ നിസ്കരിച്ചതായ പിന്നെ ഏത് പെരുന്നാൾ നിസ്കരിച്ചായാലും
ആ വലിയ ഈദുൽ അദ്ഹ പെരുന്നാൾ നിസ്കരിച്ചത് അതിലെ ടൈം തുടങ്ങരെ ചൊല്ലുന്നത് മനസ്സിലാക്കി വെക്കുന്നതായ ഒരു മുഖ്യമായ വിഷയത്തിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യത്തിൽ മുന്നോട്ട് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല ಯಾರ್ಯಾರ മുസിബത്തുകളിൽ അവകാശ കുറിത്തേക്ക് ഇതെല്ലാം ഇനിയൊരു ദുൽഹജ്ജ് തിങ്കൾ നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു ചൊന്നൊന്നും ഗ്യാരണ്ടി ഇല്ല ഇനി ഒരു മുതയെ തോർപ്പുകൊണ്ട് സാധിക്കണമെന്നില്ല അതുപോലെ ഇനി ഒരു സമയം ഹജ്ജാമായിട്ടില്ലാതായി 2 ವರ್ಷമായി ഹജ്ജാക്ക് നിയത്ത് ഉണ്ടാക്കും നല്ല ആത്മാർത്ഥമായി ഇതാക്കും ചിലപ്പോൾ ഹജ്ജാക്കാത്ത മരിക്കും അവകാശം കിട്ടിയേക്കും അള്ളാഹു ഹജ്ജാക്കി പ്രതിഫലിക്കേണ്ടി വരും സത്യസന്ധമായി അങ്ങനത്തെ ഒരു മനസ്സ് ഞങ്ങൾ തയ്യാറാക്കി വയ്ക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖിയായ ദാസന്മാരെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ വന്നുപോയി എല്ലാ ചെറിയ വലിയ തപ്പുകളെ അള്ളാഹുവിനെ മാഫാക്കി തരണം അർഹമർ റഹീമായ അള്ളാഹുവേ ഞങ്ങളെ തൗഹീദിലും സുന്നത്തിലും സ്വഹാബത്തിലും മൻഹജിലും അവസാന റൂഹുകൊണ്ട് ഗലികത്തോടും ജീവിച്ചിട്ട് അതേ ഒരു അവസ്ഥയിൽ മരിക്കുമ്പോഴത്തെ മുവഹിദീകളെ കൂട്ടം ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക അല്ലാഹ് അർഹമർ റഹീമായ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായിട്ടും കടത്തിലും കഷ്ടപ്പെട്ട ആൾമാരെ എല്ലാ കടത്തിലും എല്ലാ കഷ്ടപ്പാടിലും എല്ലാ ജോബില്ലാത്തുള്ള ഒരുപാട് അവസ്ഥയിലുള്ള അള്ളാഹുവേ റാസിഖായ റസാഖായ അല്ലാഹ് റിസ്കിൽ വിശാലത കൊടുത്ത് അനുഗ്രഹിക്കുക അല്ലാഹ് അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികവും മാനസികമായിട്ടും രോഗിയായിട്ടുള്ള ആൾമാർ ചെറിയതും വലിയതുമായ എല്ലാ അവസ്ഥകളും എല്ലാ രോഗത്തെ മറിയുന്നതായ അല്ലാഹ് ഷാഫിയായ അല്ലാഹുവേ പരിപൂർണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുക അല്ലാഹ് അർഹമർ റഹീമായ അല്ലാഹുവേ ഞങ്ങളെ മരിച്ചുപോയ ആൾമാരെ പരിസരിയായ ജീവിതം വെഞ്ചത്രാക്ക അല്ലാഹ് അങ്ങനെ എല്ലാ ഖബറിലെ അദാബിൽ ഫിത്നത്തിൽ സലാമത്താക്ക അല്ലാഹ് അങ്ങനെ ഖബർ ജന്നത്തായ സ്വർഗ്ഗത്തെ ഒരു കേന്ദ്രമാക്കി തീർക്കുക അല്ലാഹ് അങ്ങനെ ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗ്ഗത്തിൽ ഒന്നാക്കി തീർക്കുക അല്ലാഹ് അർഹമർ റഹീമായ അല്ലാഹുവേ നിന്റെ ദീനിനെ ആഴമായിട്ട് പഠിക്കുകയും ആ പഠിച്ചതനുസരിച്ച് ജീവിക്കുകയും അല്ലാഹുവേ ഞങ്ങളെ മുത്തഖിയായ ദാസന്മാരെ കൂട്ടത്തിൽ പെടുത്തുക അല്ലാഹ് ഞങ്ങളെ മക്കളെ സ്വാലിയായ മക്കാക്കി തീർക്കുക അല്ലാഹ് ഞങ്ങൾ മരിച്ചതായെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ദുആ സ്വാലിയായ മക്കാക്കി തീർക്കുക അല്ലാഹ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين.